മിടുക്കനായൊരു വിദ്യാർത്ഥി ആയതുകൊണ്ടാവാം അവൻ അധ്യാപകരോടും മാതാപിതാക്കളോടും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാറുണ്ട്. അവന്റെ പല ചോദ്യങ്ങൾക്ക് മുന്നിലും പലപ്പോഴും അവർക്ക് ഉത്തരം മുട്ടാറുമുണ്ട്. ഒരിക്കൽ അധ്യാപകനോട് അവൻ ചോദിച്ചു, എനിക്ക് എപ്പോഴാണ് ഈശ്വരനെ കാണാൻ കഴിയുക? അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, അങ്ങ് അകലെ ആ ഉയർന്ന കുന്നിന്റെ മുകളിൽ ഒരു ഗുരു താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ ചോദ്യത്തിന് മറുപടി തരാൻ കഴിയും. കൗതുകത്തോടെയും ഒരുപാട് പരിശ്രമിച്ചും കുന്നിന്റെ മുകളിലെത്തി ഗുരുവിനെ കണ്ട് കുട്ടി ഈ സംശയം ആവർത്തിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ വിദ്യ ആർജിക്കുവാനായി നീ ഒരുപാട് സമയം ചെലവഴിക്കുകയും സൽസ്വഭാവം വികസിപ്പിക്കുകയും ഈശ്വരനെ മനസ്സിൽ ധ്യാനിക്കുകയും ചെയ്താൽ 10 വർഷം കൊണ്ട് നിനക്ക് ഈശ്വരനെ കാണാൻ കഴിയും. അപ്പോൾ കുട്ടി മറു ചോദ്യം ചോദിച്ചു, എങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള സമയം പകുതിയാക്കി ചുരുക്കിക്കൊണ്ട് അത്രയും സമയവും കൂടി ഞാൻ ഈശ്വരനെ ധ്യാനിച്ചാൽ എനിക്ക് എത്ര വർഷം കൊണ്ട് ഈശ്വരനെ കാണാൻ കഴിയും? ഗുരു പറഞ്ഞു, എങ്കിൽ 30 വർഷം എടുക്കാൻ സാധ്യതയുണ്ട്. അതിശയത്തോടെ കുട്ടി വീണ്ടും ചോദിച്ചു, എങ്കിൽ ഈ വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം നിർത്തിവെച്ചുകൊണ്ട് ഞാൻ പൂർണ്ണമായും ഈശ്വരനെ തന്നെ ധ്യാനിച്ച് ധ്യാനത്തിൽ മുഴുകിയാൽ എത്ര വർഷം കൊണ്ട് എനിക്ക് ഈശ്വരനെ കാണാൻ കഴിയും? അപ്പോൾ ഗുരു പറഞ്ഞു, എങ്കിൽ നിനക്ക് ഈശ്വരനെ കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒരു വിജയകിരീടം ലക്ഷ്യം വച്ച് പന്ത് കളിക്കാൻ ഇറങ്ങുന്ന ഒരു പന്ത് കളിക്കാരൻ ആ കിരീടത്തെ നോക്കിക്കൊണ്ട് പന്ത് കളിച്ചാൽ അവന്റെ കാലിലേക്ക് പന്ത് എത്തുവാനോ എത്തിയ പന്തിനെ ലക്ഷ്യത്തിലെത്തിക്കുവാനോ അവന് സാധിക്കില്ല. ഒരിക്കൽ കിരീടം നേടണം എന്ന ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ചാൽ പിന്നീട് അവന്റെ കടമകളും പ്രയത്നങ്ങളുമാണ് പ്രധാനം. ലക്ഷ്യത്തെ പോലെ തന്നെ പ്രധാനമാണ് അത് നേടാൻ വേണ്ട പ്രയത്നങ്ങളും. നന്ദി.